ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. സക്സസ് മന്ത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പവർ ഓഫ് നൗ, ഈ നിമിഷത്തിന്റെ ശക്തിയെക്കുറിച്ച് ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എക്കാർട്ട് ടോളയുടെ ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിന്റെ അധ്യായങ്ങളിലൂടെ കടന്നുപോകാം. ക്ലാസ്സുകളിലും മറ്റും ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിൽ ചോദ്യോത്തര മാതൃകയിലാണ് വിഷയാവതരണം നടത്തിയിട്ടുള്ളത്. 1-ാം അധ്യായം യു ആർ നോട്ട് യുവർ മൈൻഡ്, നിങ്ങൾ എന്നാൽ നിങ്ങളുടെ മനസ്സല്ല. ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് എൻലൈറ്റ്മെന്റ് എന്നാണ്. എന്താണ് പ്രബുദ്ധത അഥവാ ബോധോദയം? ഇത് വിശദമാക്കാൻ ഒരു കഥയാണ് ആദ്യം പറയുന്നത്. 30 വർഷത്തിലേറെയായി വഴിയരികിൽ ഒരു പെട്ടിപ്പുറത്തിരുന്ന് ഒരു പഴയ തൊപ്പിയും കൊണ്ട് യാചിച്ചിരിക്കുന്ന ഒരാള് അപരിചിതനായ ഒരു വഴിപോക്കനോട് ചില്ലറ വല്ലതും ഉണ്ടോ തരാൻ എന്ന് ചോദിക്കുന്നു. എൻ്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ എന്നയാൾ മറുപടി പറയുന്നു. മാത്രമല്ല, പെട്ടിപ്പുറത്തിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് എന്തിൻ്റെ പുറത്താണ് നിങ്ങൾ ഇരിക്കുന്നത്? ഓ, അതൊരു പഴയ പെട്ടിയാണ്, വർഷങ്ങളായി ഞാൻ ഇതിൻ്റെ പുറത്തിരിക്കുന്നു. അതിനകത്ത് എന്താണ്? നിങ്ങൾ തുറന്നു നോക്കിയിട്ടുണ്ടോ? ഒന്നുമില്ലെന്നേ, തുറന്നു നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഇതിലൊന്നുമില്ല. യാചകന്റെ ഈ മറുപടിയിൽ തൃപ്തി വരാതെ ആ വഴിപോക്കൻ വീണ്ടും ആ പെട്ടി തുറന്നു നോക്കാൻ നിർബന്ധിക്കുകയാണ്. ഒടുവിൽ രക്ഷയില്ലാതെ യാചകൻ ആ പെട്ടി കഷ്ടപ്പെട്ട് തുറക്കുന്നു. ഇരുവരും അന്താളിച്ചു പോയി പെട്ടി തുറന്നപ്പോൾ ആ പെട്ടി നിറയെ സ്വർണമായിരുന്നു. എക്കാർട്ട് ടോള ഈ കഥയിലൂടെ നമ്മോട് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനാണ്, ഉള്ളിലുള്ള നിധിപേടകം തുറന്നു നോക്കാനാണ്. നമ്മുടെ യഥാർത്ഥ സമ്പത്തായ ഉണ്മയുടെ ദീപ്തി കാണാതെ സുഖവും സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ പുറത്തു തിരയുന്നവർ യാചകരെ പോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബുദ്ധന്റെ അഭിപ്രായത്തിൽ എൻലൈറ്റ്മെന്റ് എന്നാൽ എൻഡ് ഓഫ് സഫറിംഗ് ആണ്, യാതനയുടെ അറുതി. ലൗകികതയിൽ അഭിരംഭിക്കാത്തപ്പോൾ യാതനകളുമില്ലല്ലോ. മനസ്സ് ശ്രദ്ധ പൂർണ്ണമായും നിശ്ചലമായും ഈ നിമിഷത്തിലായാൽ മാത്രമേ ഉണ്മയെ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. അത് സ്ഥായിയായി തുടരുമ്പോഴാണ് എൻലൈറ്റ്മെന്റ് ആകുന്നത്. മനസ്സ് നമുക്ക് കിട്ടിയുള്ള ഒരു ഡിവൈൻ ഗിഫ്റ്റാണ്. ശരിയായി ഉപയോഗിച്ചാൽ അതിവിശിഷ്ടമാണ്, തെറ്റായിട്ടായാൽ വിനാശകാരിയും. പലപ്പോഴും നമ്മൾ മനസ്സിനെയല്ല, മനസ്സ് നമ്മളെയാണ് ഭരിക്കുന്നത്. ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിലേക്കും ഭാവികാല ഭാവനകളിലേക്കും ഒക്കെ നാം ഒഴുകി നടക്കും. അപ്പോൾ ചിന്തകളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടമാകുന്നു, മനസ്സിൻ്റെ ഓഫ് ബട്ടൺ കൈവിട്ടു പോകുന്നു. ജ്ഞാനമെന്നാൽ ചിന്തയ്ക്ക് മീതെ ഉയരലാണ്. ഭൂതകാലത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ വർത്തമാനകാലം ലക്ഷ്യത്തിലേക്കുള്ള മാർഗം മാത്രമായി ചുരുങ്ങും. ആ ലക്ഷ്യമാവട്ടെ ഭാവിയിലും. ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായും മനസ്സർപ്പിക്കാൻ കഴിഞ്ഞാൽ, വർത്തമാനകാലത്തിൽ പൂർണ്ണമായും മുഴുകാൻ കഴിഞ്ഞാൽ അത് ധ്യാനം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എഴുതുകയോ നടക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ മറ്റെല്ലാത്തിൽ നിന്നും വിട്ട് മനസ്സ് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതൊരു ധ്യാനത്തിൻ്റെ ഫലം തന്നെയാണ്. ധ്യാനിക്കുമ്പോഴും ഒന്നുകിൽ ശ്വാസോച്ഛ്വാസത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗീതത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കുകയാണല്ലോ. പിന്നീടാണ് ആ ഒരു ഒന്നുമില്ലാതെ ശൂന്യതയിലേക്ക്, പ്രശാന്തതയിലേക്ക് എത്തുന്നത്. ഈ പ്രശാന്തതയിലുള്ള ഊർജ പ്രവാഹത്തിൽ ഉണ്മയുടെ വാതിൽ തുറക്കപ്പെടുകയാണ്. ശല്യപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ ഭാഷയിലുള്ള ഇമോവേർ എന്ന വാക്കിൽ നിന്നാണ് ഇമോഷൻ എന്ന പദമുണ്ടായത്. വികാരങ്ങളാണ് പലപ്പോഴും ശാന്തതയ്ക്ക് ശല്യമാകുന്നത്, നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്നത്. ഭൂതത്തിൽ നിന്നും ഭാവിയിൽ നിന്നും വരുന്ന വികാരങ്ങൾ നമ്മുടെ ഇന്നുകളെ കൊന്നുകളയും. ഇന്നുകളിൽ ക്രിയാത്മകതയില്ലെങ്കിൽ പിന്നെ നല്ല നാളെ ഇല്ലല്ലോ. ചിന്തകളിൽ നിന്ന് രക്ഷ നേടാൻ വർത്തമാനകാലത്തിൽ സന്നിഹിതരാവുക, മനസ്സിന്റെ നിരീക്ഷകനായിരിക്കുക. ബുദ്ധന്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നതിന് പകരം ബുദ്ധനാവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ബുദ്ധൻ എന്നാൽ ഉണർന്നിരിക്കുന്നവൻ എന്നർത്ഥം. ശ്രദ്ധ പൂർണ്ണമായും ഈ നിമിഷത്തിലായാൽ മാത്രമേ ഉണ്മയെ അനുഭവിക്കാൻ പറ്റൂ. ഉണ്മ, ഈശ്വരൻ തുടങ്ങിയ പദങ്ങൾ വർഷങ്ങളിലൂടെയുള്ള ദുർവിനിയോഗം കൊണ്ട് അർത്ഥശൂന്യമായി പോയി എന്ന് അദ്ദേഹം പറയുന്നു. ഉണ്മ എന്നാൽ അന്തസ്സത്തയാണ്, നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. ആ ഊർജക്ഷേത്രത്തിലാണ് യഥാർത്ഥ ഈശ്വരനുള്ളത്. ആ ചൈതന്യം നമ്മളിൽ നിറഞ്ഞ് നിലനിൽക്കണമെങ്കിൽ വർത്തമാനകാലത്തിൽ ജീവിക്കണം. ഇന്നലകൾ ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു, നാളെ ഒരു സങ്കല്പം മാത്രമാണ്. വിമോചനത്തിന്റെ താക്കോൽ വർത്തമാന നിമിഷത്തിലാണുള്ളത്. പക്ഷേ നിങ്ങളുടെ മനസ്സായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വർത്തമാന നിമിഷത്തെ കണ്ടെത്താനാവില്ല.
എൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിക്കുന്ന ശീലമാക്കുക. ആ ചോദ്യം നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. മനസ്സിൻ്റെ ആധിപത്യത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളെ സ്വതന്ത്രരാക്കാതെ സ്നേഹവും ആനന്ദവും ശാന്തിയും ഒന്നും വളരുകയില്ല. എൻലൈറ്റ്മെൻറ്റിലേക്കുള്ള യാത്രയുടെ പ്രഥമവും പ്രധാനവുമായ ചുവടുവയ്പ് നിങ്ങളുടെ മനസ്സുമായുള്ള താതാത്മ്യത്തെ ഇല്ലാതാക്കാൻ പഠിക്കലാണ്. ഓരോ പ്രാവശ്യവും മാനസിക പ്രവാഹത്തിൽ വിടവ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ബോധത്തിൻ്റെ പ്രകാശം സുശക്തമായിത്തീരുന്നു എന്നാണ് ടോളയുടെ അഭിപ്രായം. ചിന്ത പ്രാണശക്തിയുടെ ഗണ്യമായ ചോർച്ചയ്ക്ക് കാരണമാകുന്നു അത്രേ. അതൊരു തരം ആസക്തിയായി മാറും. ചിന്തയിൽ ആമഗ്നനായാൽ ഭൗതിക ലോകവുമായുള്ള ബന്ധം പോലും അറ്റുപോയേക്കാം. ശകുന്തളയ്ക്ക് ശാപം കിട്ടിയത് ഇത്തരമൊരു സാഹചര്യത്തിലാണെന്ന് നമുക്കറിയാം. സന്തോഷം എപ്പോഴും പുറത്തു നിന്നാണ് ലഭിക്കുന്നത്. ആനന്ദമാകട്ടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഒരിക്കൽ സന്തോഷം തരുന്നത് ഒരുപക്ഷെ പിന്നീട് ദുഃഖകരമായേക്കാം. ഉദാഹരണത്തിന്, ഭർത്താവ് ഭാര്യയ്ക്ക് ബർത്ത്ഡേ ആയി വാങ്ങിക്കൊടുത്തൊരു ഗിഫ്റ്റ് അന്ന് ഒരുപാട് സന്തോഷം നൽകിയതാണ്. എന്നാൽ ഭർത്താവിൻ്റെ നനച്ചിരിക്കാതെയുള്ള വേർപാടിന് ശേഷം അത് കാണുമ്പോഴോ അവളുടെ ഹൃദയം നുറുങ്ങും. അത്തരം സാഹചര്യങ്ങളിൽ മനസ്സ് നിങ്ങളെയാണ് ഭരിക്കുന്നത്. വർത്തമാനകാലത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോവുകയും ചെയ്യുന്നു. എല്ലാ വേദനകളിൽ നിന്നും വേറിട്ട് നിൽക്കാൻ വർത്തമാനകാലത്തിൽ സജീവമാവുകയാണ് വേണ്ടത്. നിങ്ങളെന്നാൽ നിങ്ങളുടെ മനസ്സായിരിക്കരുത്. മനസ്സായിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് നിങ്ങളാകാൻ കഴിയില്ലെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഈ അധ്യായം. ഓക്കെ, താങ്ക് യു ഓൾ.